ശരി, താങ്കൾ ശ്രീജിത് പണിക്കർ, താങ്കൾ എന്തെങ്കിലും ഒരു അസ്വാഭാവികത കാണുന്നുണ്ടോ തരൂരിന്റെ ഈ സിയാറാം പോസ്റ്റിൽ? അല്ല, ഈ ശ്രീ ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലുള്ള അഭ്യൂഹമൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്നതിന് ശേഷമുള്ള കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഇപ്പം ബി ജെ പിയിലേക്ക് പോകും എന്നൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ആ സമയത്തെല്ലാം തന്നെ അദ്ദേഹം തന്നെയാണ് അതിനെ ഡിനൈ ചെയ്യുന്നതും അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുകയും ചെയ്തത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ശ്രീ ശശി തരൂർ ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിച്ച് തുലാഭാരം ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഓർക്കുന്നുണ്ടാവും, ആ ത്രാസ് പൊട്ടി അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് വീണ് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളകളിൽ ക്ഷേത്ര സന്ദർശനം നടത്തുക, പെട്ടെന്ന് ഹിന്ദു മതത്തിനോടൊരു സ്നേഹം വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ശ്രീ ശശി തരൂർ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രോസ്പെക്റ്റിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ സ്വഭാവം, അതിപ്പോൾ അദ്ദേഹം ഇപ്പോൾ ശ്രീ ഫക്രുദ്ദീൻ സൂചിപ്പിക്കുന്നത് പോലെ ഒരു പക്ഷേ അദ്ദേഹം മറ്റൊരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് അവിടെ നിന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് കോൺഗ്രസിലാണെങ്കിലും മറ്റെവിടെ നിന്നാണെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ ഡെമോഗ്രഫിയുമായിട്ട് വളരെ വലിയ ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാരാണ്? അത് ഹിന്ദുക്കളാണ്. നായർ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നായർ സമുദായവുമായി ബന്ധപ്പെട്ട ചില വോട്ടുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിന് വേണം. അതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ പാർട്ടിക്ക് ഒരു ലൈൻ ഉണ്ട് എങ്കിൽ പോലും ശ്രീ ശശി തരൂർ അവിടെ രാമനെ ജയ് സിയാറാം ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചിത്രമൊക്കെ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രോസ്പെക്റ്റിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഞാനത് കോൺഗ്രസിൻ്റെ പ്രോസ്പെക്റ്റിനെ വർദ്ധിപ്പിക്കുന്നുവെന്നോ ബി ജെ പിയുടെ പ്രോസ്പെക്റ്റിനെ വർദ്ധിപ്പിക്കുന്നുവെന്നോ പറയുന്നില്ല. പക്ഷെ അദ്ദേഹം അവിടെ പറയുന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യം അവിടെയുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് മാത്രം അത് പൊളിറ്റിക്കലാവുകയും ശശി തരൂർ അവിടുത്തെ രാമവിഗ്രഹത്തിന്റെ ചിത്രം ഷെയർ ചെയ്യുന്ന സമയത്ത് അത് പൊളിറ്റിക്കൽ അല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്, രാഷ്ട്രീയ രാമനായാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. അപ്പോൾ അതേ ഇവർ പറയുന്ന രാഷ്ട്രീയ രാമന്റെ ചിത്രം തന്നെയാണ് ശശി തരൂർ പങ്കുവെച്ചത്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് രാഷ്ട്രീയ രാമൻ തന്നെയാണ്. അതുകൊണ്ടാണ് മോദിക്ക് മാത്രം ഒരു രാഷ്ട്രീയ രാമനും ഞാൻ കാണിക്കുന്ന സമയത്ത് അത് രാഷ്ട്രീയ രാമനല്ലാതെ മറ്റൊരു തരത്തിലുള്ള രാമനായി മാറുകയും ഒക്കെ ചെയ്യുക എന്നൊന്നും പറയുന്ന കാര്യമൊന്നുമില്ല. അവിടെ അതാണെങ്കിൽ ഇവിടെ അത് തന്നെയാണ്. കാരണം രാമനെ വെച്ചുകൊണ്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ രാമൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സിമ്പൽ തന്നെയാണ്. കാരണം അദ്ദേഹം രാജ്യതന്ത്രത്തിൻ്റെ ആളാണ്, അതായത് പൊളിറ്റിക്സിൻ്റെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഭരണനിർവഹണത്തിൻ്റെ, സദ്ഭരണത്തിൻ്റെ, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുന്ന ഈ ധാർമ്മികതയുടെ, സത്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ സദ്ഭരണം കാഴ്ചവെച്ചിരിക്കുന്ന ഒരാളിനെയാണ് മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്യം ഇവിടെ വരണമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലൈൻ, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് തന്നെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ലൈൻ. അപ്പോൾ അതിനോട് കോൺഗ്രസിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു അയിത്തമൊന്നും ആവശ്യമുള്ള കാര്യമില്ല. കാരണം എന്ത് തരത്തിലുള്ള രാമരാജ്യമാണോ മഹാത്മാഗാന്ധി കോൺഗ്രസിന് വേണ്ടി വിഭാവനം ചെയ്തത് അത് പൊളിറ്റിക്കലാണ്. അല്ലാതെ അതെങ്ങനെ പൊളിറ്റിക്കൽ അല്ലാതിരിക്കും? ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ തന്നെ പറഞ്ഞ് ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്തോ വൃത്തികെട്ട കാര്യമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട്. രാമൻ രാഷ്ട്രീയമാണ്, രാമൻ മതമാണ്, രാമൻ വിശ്വാസമാണ്, രാമൻ എല്ലാമാണ്. അപ്പം നിങ്ങളുടെ രാമൻ, എൻ്റെ രാമൻ, ശശി തരൂർ ഇടുമ്പോൾ ഒരു രാമൻ, മോദി ഇടുന്ന സമയത്ത് മറ്റൊരു രാമൻ, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഈ ആൾക്കാർ കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ഒരു ചർച്ചയിലേക്ക് തന്നെ മടങ്ങി വന്നാൽ ഈ പ്രാദേശികമായിട്ടുള്ള സീറ്റ് ഷെയറിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കുന്ന സമയത്തും ഇതിൻ്റെ ഒരു ഇൻഹറന്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ്. അതായത് ഈ ഓരോ പാർട്ടികളുടെയും ശരിയായ സ്വഭാവം എന്ന് പറയുന്നത് കോൺഗ്രസ് ഒഴികെയുള്ള ബാക്കി പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ത് നടക്കുന്നു എന്നതോ ഇന്ത്യ മുന്നണി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതോ ഒക്കെ തന്നെ രണ്ടാമത്തെ പരിഗണനയാണ്. അവർക്ക് പരിഗണന അല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് രണ്ടാമത്തെ പരിഗണനയാണ്. ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കാം, ജെ ഡി യുവിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ജെ ഡി യുവിന് മറ്റ് 2 സംസ്ഥാനങ്ങളിൽ ഓരോ MLA വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് അവർക്കില്ല. അപ്പോൾ പ്രകടമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ബീഹാറിൽ ശക്തിയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലിരിക്കുന്ന സീറ്റ് എന്തിനാണെന്നേ അവർ വിട്ടുകൊടുക്കുന്നത്. അവിടെയുള്ള സീറ്റുകൾ വിട്ടുകൊടുക്കുകയും മറ്റുള്ള ഒരു സ്ഥലത്ത് അവർക്ക് മറ്റാരുടെയെങ്കിലും പിന്തുണ കിട്ടാനുള്ള സാധ്യത ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ ബ്ലോക്കിന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടിയിട്ട് തങ്ങളുടെ സ്വന്തം ശക്തിയെ ക്ഷയിപ്പിക്കുന്ന, അവർക്ക് വേണ്ടി അടിയറവ് പറയുന്ന, സ്വയം നശിച്ചു പോകുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയമായി മാറും. അപ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ എന്താ ചെയ്യുക? എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത്. അതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക, ക്രമമായിട്ട് ഇങ്ങനെ വളർന്നു വരിക, ശക്തി വർദ്ധിപ്പിക്കുക, ശക്തി തെളിയിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ BJP നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12%, 15% എന്നൊക്കെ പറയുന്നത് ജയിക്കാനായിട്ട് പര്യാപ്തമല്ല എന്ന് കരുതി എന്നാൽ നമ്മൾ ഈ പണമെല്ലാം ചെലവാക്കുന്നത് എന്തിനാ, നമ്മൾ മത്സരിക്കേണ്ട എന്നവർക്ക് കരുതാൻ കഴിയുമോ? ഇല്ല. കാരണം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇത് JDU കാണിക്കട്ടെ. ഇപ്പോൾ മണിപ്പൂരിൽ JDUവിന് ഒരു MLA എന്തോ ഉണ്ട്,
അപ്പോൾ അവിടെ എന്തായാലും ഒരു സീറ്റ് ഷെയറിംഗ് വരുന്ന സമയത്ത് JDUവിന് ഒരു സീറ്റ് കിട്ടുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത് അവിടെ ഉള്ള ഒരു കാര്യം പോലും ഇല്ലാതെയാക്കിക്കൊണ്ട്, അവിടെ ഒരു സ്ഥാനാർത്ഥിയെ ഇല്ലാതെയാക്കിക്കൊണ്ട്, വോട്ടിംഗ് ശതമാനം വരുന്ന സമയത്ത് JDUവിന്റെ സാധ്യതകളെ വളരെ വളരെ കുറച്ചുകൊണ്ട്, അത് മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ആത്യന്തികമായിട്ട് JDUവിന് എന്ത് കിട്ടും? ഇപ്പോൾ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം ഇതേ കാര്യം ഇങ്ങനെ അവർ സ്ട്രഗിൾ ചെയ്തിട്ട് അതിനെ അവരെ കൂടെ പിന്നെ സ്വന്തം താല്പര്യം നശിപ്പിച്ചിട്ട് ബംഗാളിൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് സീറ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് ഇവർക്കൊരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരിത് ജയിക്കുമോ? DMKക്ക് കർണാടകത്തിൽ ഒരു സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ DMK അവിടെ ജയിക്കുമോ? ആന്ധ്രാപ്രദേശിൽ ഒരു സീറ്റ് കൊടുത്താൽ ജയിക്കുമോ? ഇല്ല. അപ്പൊ അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയാണ്. അതിനെ അവർ പങ്കിടുക എന്ന് പറഞ്ഞാൽ അവർ സ്വയം കോൺഗ്രസിന് വേണ്ടി അവര് പിന്നെ വളമായി മാറുക, അവര് ശക്തി ദുർബലപ്പെടുത്തുക, ക്ഷയിക്കുക എന്നുള്ളതാണ്. അതിന് ഈ പാർട്ടികൾ ആരും തന്നെ താല്പര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന് ഒരുപക്ഷെ കോൺഗ്രസിനോട് ആൾക്കാർക്ക് ഇത് ഡിമാൻഡ് ചെയ്യാം. കാരണം അവരോട് പറയാം, നിങ്ങൾക്ക് രാജസ്ഥാനിൽ ഇത്ര ഇല്ലേ, നിങ്ങൾക്ക് മധ്യപ്രദേശിലില്ലേ, അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ സപ്പോർട്ട് ചെയ്യൂ എന്ന് മമതാ ബാനർജി പറഞ്ഞാൽ അത് ശരിയുമാണ്. കാരണം അവർക്ക് തിരിച്ചങ്ങോട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. നേരെ മറിച്ച് എണ്ണിപ്പറക്കി 4, 3, 7 വോട്ട് വേറൊരു സ്ഥലത്തുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ചിഹ്നത്തിലേക്കാണ് വീഴുന്നതെങ്കിൽ കോൺഗ്രസിന് മാത്രമേ ഗുണമുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വലിയേട്ടൻ മനോഭാവം കോൺഗ്രസ് കാണിക്കാതിരിക്കുക എന്നുള്ളത് ഈ മുന്നണിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അതല്ല എങ്കിൽ ഈ കോൺഗ്രസിന് വേണ്ടി എരിഞ്ഞു തീരുന്ന പാർട്ടികളായിട്ട് മറ്റുള്ള പാർട്ടികളെല്ലാം മാറും. അതിവർക്ക് ആർക്കാണ് താല്പര്യം? ശരി, ആരും സമ്മതിക്കുകയുമില്ല. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞ ഒരു കാര്യം,